കണ്ടാൽ കൊതി കൊണ്ട് കരള് തോടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ടാൽ കൊതി കൊണ്ട്. ഈ പെൺകുട്ടി ഈ മയത്താണെല്ലാം മിറ്റത്തേക്ക് പോയിക്കണത് അടിച്ചു വരാന്. കുഞ്ഞോളെ കുഞ്ഞോളെ ഇങ്ങോട്ട് പോര കുട്ടിയെ. ഇജ് ആ മയത്തേക്കാണ് ഇങ്ങനെ അടിച്ചു വരാൻ പോയിക്കണത്. ചൂലാണെങ്കിൽ ആകെ നഞ്ഞ് പിണ്ടിയായി കെടുക്കാണ്. ഇജ് അടിച്ചു വരിയാലൊന്നും ഇപ്പൊ മിറ്റത്ത് ഒന്നും പോകൂല. ഇജ് ഇങ്ങോട്ട് വാ. ഒരു അന്തം കുന്തിയാത്തൊരു പെൺകുട്ടി. പെമ്പറന്നോളം അറിഞ്ഞിട്ടേ മുണ്ടാ നിക്കാണെന്ന് ആരുണ്ട്. അറിഞ്ഞിട്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ ന്യൂസ് കൊടുക്കണം. വേറെ ഒരു പണി ഇപ്പൊ ഈ പേരന്റെ ഉള്ളിൽ ഇല്ലല്ലോ. ഈ നഞ്ഞ ചൂലായിട്ടാണ് ഇപ്പോൾ മിറ്റടിച്ചു വരാൻ പോയിക്കണത്. മിറ്റാണെന്നുണ്ടെങ്കിലോ 4 പുറം ചീഞ്ഞെടുക്കുകയാണ് ഈ മഴ നിക്കാതെ പെയ്തിട്ട്. ഓ ഈ പെമ്പറന്നോളം എന്തിനാണ് ഈ കുന്ത്രാണ്ട് ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണത്? ഒരുത്തോളം മാറ്റി വെച്ചുകൂടെ? 2 പെൺകുട്ടികളുണ്ടല്ലോ, ഒന്ന് തലയിലേക്ക് നടക്കണ്ടല്ലോ. തുണിയും കുപ്പായാണെന്നുണ്ടെങ്കിലോ ഉണങ്ങി കിട്ടാൻ പാടുപെടുകയാണ്. ഇമ്മുട്ടിയെ ഇമ്മുട്ടിയെ ഓള് പിന്നെ നീക്കി തന്നെ ഇല്ല. സൂറാത്ത നിങ്ങൾ വല്ലതും അറിഞ്ഞ? എന്തിനാ പെമ്പറന്നോളേജ് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് മണ്ടി വരണത്? ജാതിന്റെ സോസ് ഒന്ന് വിട്, എന്നിട്ട് വർത്താനം പറയും. ഓ പിന്നെ ഒരു കാര്യമായിട്ട് പറയാൻ വേണ്ടി വരുമ്പോഴും ഞാൻ അങ്ങനെ സമാധാനത്തിൽ വരാൻ നിൽക്കല്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ വല്ലതും അറിഞ്ഞിക്കണ? നിങ്ങളെ ഈ അയൽവാസിത്തെ ഇപ്പുറത്തെ പെരയില് പുതിയ പെരക്കാര് വരുന്നുണ്ടാല. എവിടെ? നമ്മൾ അപ്പുറത്തെ പെരയിലോ? അല്ലേ, അയാളോടല്ലേ ഇപ്പൊ നമ്മള് 2 ദിവസം മുന്നേ ചോദിച്ചത് പെരയില് പുതിയ വാടകക്കാരെ കിട്ടിയെന്ന് ചോദിച്ചപ്പോള് അയാൾ എന്താ പറഞ്ഞത്? ഒന്നും കിട്ടിയിട്ടില്ലാന്ന്. ഇപ്പൊ പെട്ടെന്ന് പോടുന്നേ ആന്നു നിങ്ങൾ അപ്പുറത്തെ പെരയില്. അത് ചിലപ്പോ അയാൾ പറഞ്ഞതേ നമ്മള് മുടക്കിയാലോന്ന് വെച്ചിട്ടാവും. അല്ലാപ്പൊ എന്താ ഇതിനൊക്കെ പറയല്? അല്ലെ ഇപ്പൊ ഇങ്ങനെ ഒളിച്ചും പാത്തിങ്ങാണ്ട് ആൾക്കാരെ ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനേ അപ്പുറത്തെ സൈനാടെ പോയി ചെന്നപ്പോളേ അവര് പറയാ എന്നോട്, ഞാൻ നാക്കില് ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട് തട്ടിമുട്ടി നിൽക്കുമല്ലോ അവിടെ പോയിട്ട്. അപ്പൊ എന്നോട് പറയേ, ഞാൻ ഇപ്പൊ രാവിലെ എന്തോ ഒരു കാര്യത്തിന് അങ്ങോട്ട് പോയതേന്ന്. അപ്പൊ എന്നോട് പറയേ, നിങ്ങൾ അപ്പുറത്തെ പെരയില് ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളത്. നാളെ മറ്റന്നാളായിട്ട് വരുവാല. എനിക്ക് തോന്നണതേ നമ്മൾ മുടക്കൊന്ന് വിചാരിച്ചിട്ട് തന്നെ ആവും ആ ചങ്ങായി പറഞ്ഞിട്ടുണ്ടാവുക അവിടെ ഇപ്പൊ ആരും വരണില്ലാന്നുള്ളത്. അല്ല അപ്പൊ എന്താ ഇതിനൊക്കെ പറയല്? ഇനിയിപ്പൊ ആര് വന്നാലും പോയാലും ഒക്കെ കണക്കന്നെ. ഞമ്മക്ക് പുതിയ അയൽവാസികളെ കിട്ടും, അത്ര തന്നെ. അല്ലാതെ ഇപ്പൊ എന്താണ്? അല്ലെങ്കിലേ ആ ഒരു പേരെ കാട് പൊന്തിയും പിടിച്ച് കെടുക്കണക്കാട്ടി നല്ലതേ ആരെങ്കിലുമൊക്കെ ആള് താമസം ഉണ്ടാവണതാണ്. ആ ഫ്രണ്ട്ക്ക് അങ്ങോട്ട് നോക്കാൻ വെച്ച എന്താണ് വെച്ചിട്ടാണ് പുല്ലും കെട്ടി നിക്കണത്. അതൊന്നല്ല രസം. ഇങ്ങളെ മര്യോള നാട്ടുകാരാണ്, പട്ടാമ്പിക്കാരാണ് വരുന്നത്. അത് നിങ്ങക്ക് വല്ലതും അറിയോ? അതിന് പട്ടാമ്പിക്കാരാണ് ചിട്ടേ ഞമ്മക്ക് എന്ത് വേണം? പട്ടാമ്പിക്കാരായാലും ആരായാലേ ഒക്കെ കണക്കന്നെ വരണവര് പോണവരൊക്കെ. ഇച്ചിപ്പോ അത് നോക്കി നടന്ന് ജായി പറയാനാണ് ഇപ്പൊ രാവിലെ തന്നെ മണ്ടി പിടിച്ച് വന്നിക്കണത്. എനിക്ക് വേറെ ഒരു പണിയില്ലേ പെരയില്. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓളെന്നെ ഇങ്ങനെ മര്യോള് മര്യോള് മര്യോളെന്ന് ഇങ്ങനെ പറയാൻ നിൽക്കണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്. എൻ്റെ മകന്റെ പെണ്ണുങ്ങളായിട്ടല്ല ഞാൻ ഓളെ കണ്ടിക്കണത്, എൻ്റെ മകളായിട്ടാണ് എന്നുള്ളത്. എനിക്ക് പടച്ചോൻ തന്നൊരു നീതിയാണ്. എൻ്റെ മകൻ പൊയ്ക്കണെന്നുണ്ടെങ്കിൽ എൻ്റെ മകളായിട്ട്, എൻ്റെ മകന്റെ പതിൽക്ക് മകളായിട്ട് എനിക്ക് ഓളം കിട്ടിക്കണ, എനിക്കത് മതി. അത് പിന്നെ ഇവിടെ വന്നേ മുതൽ കോളങ്ങളെ മര്യോള് 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 എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തൊള്ളയിൽ അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. അല്ല ഓള് എന്നിട്ട് ഓടെ ഓളെ കഥ പറയാതിരിക്കാണ് മളെ നല്ലത്. രാവിലെ തന്നെ മുറ്റത്ത് നല്ലോണം കച്ചറുണ്ട് നനങ്ങണേ നഞ്ഞ് പിണ്ടിയായ ചൂലെടുത്തുങ്ങാണ്ട് പോയിക്കണ അടിച്ചു വരാന്. അതായിട്ടുണ്ട് അടിച്ചു വരാൻ പറ്റണത്. അത് അങ്ങനത്തെ ഒരു അന്തം കുന്തിക്കാത്തൊരു പെൺകുട്ടി. ഓളറിഞ്ഞാലാവും വലിയ രസം. പട്ടാമ്പിക്കാരെന്ന് പറയുമ്പോത്തിനേ ഓളറിഞ്ഞിട്ടുണ്ടാവും. എന്നാലിപ്പൊ എങ്ങനെ ഇപ്പൊ വളഞ്ഞു തിരിഞ്ഞ് പട്ടാമ്പിക്കാരന്നെ ഇവിടെ വന്ന് പെരടക്കാൻ കണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ഒരു കഥ വല്ലാത്തൊരു കഥ തന്നെയാണ്. അതല്ല എനിക്ക് മീൻ കിട്ടുന്നുണ്ടപ്പോ ഇവിടെ മോളെ എത്ര ദിവസമായി എന്നറിയാം മീൻ കിട്ടിയിട്ട്. എനിക്കിപ്പോ കിട്ടുന്നുണ്ട മീൻ കിട്ടേ? ആർക്ക് കിട്ടണ്? എത്ര കാലായി മീൻ കിട്ടിയിട്ട് എന്നറിയാം. ഈ മഴ തുടങ്ങിയേ മുതൽക്ക് മീൻ കിട്ടലില്ല. പിന്നെ ഇൻ്റോടുണ്ട് ഒരു മനുഷ്യന്. ആ മനുഷ്യനോട് മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടും കാര്യ, കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞിട്ടും കാര്യ. എന്ത് കിട്ടിയാലും തിന്നും. അത് അങ്ങനത്തെ ഒരു സാധനം. ഇനി എൻ്റെ മകളല്ലേ, അത് തിന്നാതിരുന്ന അത്രയും സന്തോഷം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു സാധനമാണ്. എന്തായാലും ഞാൻ ചെല്ല് ഇജേ പിന്നെ എപ്പോഴെങ്കിലും വായോ. ഒരു 100 കൂട്ടം പണി കിടക്കുന്നുണ്ട്. ഇമ്മുട്ടിയാണെങ്കിൽ നീച്ചിട്ടിയ, ഒരുത്തിയാണെന്നുണ്ടെങ്കിൽ നനഞ്ഞ ചൂലായിട്ട് അങ്ങോട്ട് പോയിക്കണം. അത് വേറൊരു കഥ. അല്ല എൻ്റെ പെണ്ണിനുള്ളത് ഒക്കെ വെച്ചുണ്ടാക്കി. ആ പെണ്ണ് കോളേജിൽ പോകണ്ടേ?
ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം മറന്നിക്കണം. ഞാൻ ദോശക്ക് കലക്കി വെച്ചിങ്ങാണ്ടേ ഈ കൂട്ടറിഞ്ഞപ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് മണ്ടി കയറി വന്നതാണ്. എന്തായാലും ഞാൻ പോട്ടെ. എൻ്റെ ഒരു കഥ വല്ലാത്തൊരു കഥ തന്നെ. എന്നാ ജി ചെല്ല്, ഞാൻ നാളെ ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് ഒരുക്കട്ടെ. ഓ പിന്നെ മരിയോള് എന്നല്ലാതെ മകള് എന്ന് പറയും. മകൻ മരിച്ചിട്ടേ മരിയോളങ്ങനെ കൂട്ടിപ്പിടിച്ച് നിക്കണതിനും പിന്നെ മരിയോള് എന്നല്ലാതെ പിന്നെ എന്തെന്നാ വിളിക്കല്. ഓ എവിടെയും കാണാത്ത ഒരു പുതുമാതിരി അമ്മായിമ്മയും മരിയോളും രണ്ടും കൂടി ഒന്ന് തെറ്റിപ്പിരിഞ്ഞെങ്കിൽ അത് നടക്കണം. ഈ ഒരു പെൺകുട്ടി ഇപ്പോൾ അവിടുന്ന് വന്നീല്ലേ, ഞാൻ മച്ചാറിൽ കൊണ്ടുങ്ങാണ്ട് പെൺകുട്ടിക്ക് വല്ല സൂക്കടും വരും. കുഞ്ഞോളെ കുഞ്ഞോളെ, എന്തിനാ അമ്മങ്ങൾ ഇങ്ങനെ വിളിക്കണത്? ഞാൻ എവിടേക്കും പോയിട്ടില്ല, ഞാൻ അത് ഇവിടെ ഉണ്ട്. ഞാൻ മിറ്റൊന്നും അടിക്കണില്ല, ആ ചൂല് കൊണ്ട് ആദ്യം അടിക്കാൻ വെക്കണ്ടേ. ആ ഞാൻ വിളിച്ച് കാരണതിന് പരാതി ഉള്ളു, ഇത് ചെയ്യണതിനൊന്നും പരാതി ഇല്ല എനക്കല്ലേ. അല്ലമ്മ, എന്തിനു സെക്കിന്താത്ത വന്നിരുന്നത്? ഞാൻ അവിടെ നിൽക്കുമ്പോളേ ഓടി പിടിച്ച് വരണതേ കണ്ടീന്ന്. എന്ത് സംഭവം? സെക്കിന്താത്ത വന്ന ഒന്നിനും അല്ല, നമ്മളെ അയൽവക്കത്തെ പെരയില് പുതിയ ആൾക്കാർ വരുന്നുണ്ടാല, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ രാവിലെ തന്നെ ഓടി പിടിച്ച് വന്നിക്കണത്. ഈ ന്യൂസ് കിട്ടിയാൽ നിങ്ങളോട് പറയാഞ്ഞാൽ കുറക്കിട്ടൂല എന്നാണ് പെൺകുട്ടി പറഞ്ഞത്. എല്ലാത്തൊരു പെമ്പറന്നോളാണ് ആ പെമ്പറന്നോളെ കഥ. എവിടെ ഉള്ളവരമ്മ? അതെന്തോ പട്ടാമ്പിക്കാരാണെന്നാ പറഞ്ഞത്. പട്ടാമ്പിക്കാരാണിച്ചിട്ടേ ഇന്റെ ആൾക്ക് എന്താണ്? ഇന്റെ ആൾ ഇപ്പോഴും പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടേ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അത് ആലോചിച്ച് നിന്നാലേ അതിനെന്നെ നേരമുള്ളൂ. പട്ടാമ്പിക്കാരല്ല, വയനാട്ടരല്ല, ആര് വന്നാലേ ഞമ്മക്ക് കണക്കന്നെയാണ്. ഇന്റെ ആൾ ഈ റേക്കൊക്കെ ഒന്ന് തുടച്ചേക്കിട്ടോ. ഞാൻ പോയിട്ടേ ഇപ്പാനോടെ മീൻ കൊണ്ടുവരാൻ പറയട്ടെ. എത്ര ദിവസമായി മീൻ കൂട്ടിയിട്ട് ഈ ഇറച്ചി കൂട്ടി മനസ്സിന് മടുത്തുക്കണം. അത് ഈ പൂളക്കണ്ടം പോലത്തെ ഇറച്ചി. വിജയ് ഇമ്മൂട്ടിനൊന്ന് പോയി വിളിക്കട്ട. ആ കുരിപ്പ് ഇതുവരെ നീച്ചിട്ടില്ല. ഇങ്ങനെ ഒരു മടിച്ച് ലോകത്തുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അഞ്ചത്തി തന്നെ ഉള്ളു. ഇജി ചെന്ന് വിളിക്കാൻ നോക്ക്. ആ ഞാൻ പുറത്തേക്ക് പോകുമ്പോത്തിന് പറയട്ടെ, അല്ലെങ്കിൽ മുണ്ടാതൊരു പോക്കുണ്ട്, കാൽച്ചായ കുടിക്കാനാ നനങ്ങാണ്ട്. ഈ ഉള്ളി ഞാൻ വന്നിട്ട് അരിഞ്ഞോളട്ടാ. പഠിച്ചോന് പട്ടാമ്പിക്കാരാ വരുന്നത്. പട്ടാമ്പിൽ എവിടെ ഉള്ളവരാണാവോ? തീരുള്ള സന്തോഷം കൂടി ഇല്ലാതാവുക പഠിച്ചോന്. ആ എല്ലൊന്നും മനുഷ്യ, നിങ്ങൾ ഇവിടെ കുത്തിരിക്കാണ്, ഞാൻ ദാവത്ത് നോക്കി വരികയാണ്. നിങ്ങളൊന്നേ മീൻ പോയി കൊണ്ടിരുന്നു. എത്ര ദിവസമായി നമ്മൾ മീൻ കൂട്ടിയിട്ട് എന്നെ കൊണ്ട് വയ്യട്ടെ ഈ പച്ചക്കറി ഇങ്ങനെ കൂട്ടാന്. മീൻ കിട്ടണ്ടേ? എന്നിട്ട് ഈ റോട്ടുമലൊക്കെ കൊട്ടോട്ടർഷയില് മീൻ വിൽക്കണ്ടല്ലോ, അത് കടലിൽ മീൻ കിട്ടാഞ്ഞിട്ടാണ്. നിങ്ങളിത് ഇങ്ങനെ ചാതും ഏതും നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് തന്നെ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങളൊരു കാര്യം അറിഞ്ഞാ, നമ്മളപ്പുറത്തെ പെരയില് പുതിയ പെരക്കാര് വരുന്നുണ്ടാല. സെക്കിനൊന്ന് രാവിലെ തന്നെ മണ്ടി കഴിച്ച് വന്നീന്ന് ആ കാര്യം പറയാനാ നനങ്ങാണ്ട്. ഏതോ പട്ടാമ്പിക്കാരാന്നാ പറഞ്ഞത്. എല്ലാ പട്ടാമ്പിക്കാരെന്ന് പറയുമ്പോളേ നമ്മളെ കുഞ്ഞോളെ നാട്ടുകാരന്നല്ലേ പാവുക? ആന്നു, നമ്മളെ കുഞ്ഞോളെ നാട്ടുകാരാണ്. ഇങ്ങനെ കുത്തി പറയുന്നുണ്ട് നിങ്ങളെ മരിയോളെ നാട്ടുകാരാണ്. ഇവരോടൊക്കെ ഇനി എങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കല്? ഓളെ നമ്മളെ മകളായിട്ട് അത് എന്നുള്ളത് എല്ലാം വല്ലാത്തൊരു വിധിയാണല്ലേ നമ്മളെ കുട്ടിൻ്റെത്. ഇങ്ങനെ കളിച്ചു ചിരിച്ച് നടന്നിരുന്ന കുട്ടിയാണ്, ഒരു നിമിഷം കൊണ്ട് എല്ലാം പോയില്ലേ. എന്ത് സന്തോഷത്തിലേ നിന്റെ കുട്ടികളെ ജീവിതം ഒക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. അതൊന്നും ആലോചിക്കാണ് നല്ലത്. ആലോചിച്ചിട്ട് ഇപ്പൊ എന്തിനാണ്? പഠിച്ചോൻ കൊണ്ടായ മോനെ നമുക്ക് തിരിച്ചു കിട്ടൂല. അതിന് ബതിൽക്കാണ് ഇപ്പൊ നമുക്ക് കുഞ്ഞോളെ തന്നിക്കണില്ല, അത് മതി. എന്നാലും അധികം ഒന്നും സന്തോഷിച്ച് ജീവിച്ചാൻ പറ്റിയില്ലല്ലോ എൻ്റെ കുട്ടികൾക്ക്. എന്ത് നല്ല സന്തോഷത്തിലേ 2 മാസം അപ്പൊ നല്ലപോലെ ജീവിച്ചത്. അതൊക്കെ പോട്ടാന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പട്ടാമ്പിന്ന് കേൾക്കുമ്പോൾ അതിന് എന്തിനാണ് അവങ്ങളെ മകള് ഇങ്ങനെ വേജാറാവുന്നത്? അതാണ് ആലോചിച്ചിട്ട് ഒരു എത്തും പൊടിയും കിട്ടാത്തത്. ഇപ്പൊ പട്ടാമ്പിക്കാരാണ് അപ്പുറത്തെ പെരക്കാര് വരണേന്ന് പറഞ്ഞപ്പോ കിടങ്ങാണ്ട് പട്ടാമ്പിയോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പട്ടാമ്പി വെച്ചിട്ട് ഇജ്ജ് എന്തിനാ കുട്ടി വേജാറാവണെന്ന്. എന്താണ് അതിന്റെ മനസ്സിൽ എന്ന് ആർക്കറിയാം? അതഞ്ഞ് അവിടെയുള്ള രണ്ടാനുമ്മാന്റെ കുടുംബക്കാരെങ്കിലും ആണോ വെച്ചിട്ടാണോ ഈ പട്ടാമ്പിന്ന് കേൾക്കുമ്പോൾ അതിന് വേജാറാവുന്നത്? ഒന്ന് തിരിഞ്ഞു നോക്കണ പോലുകയല്ല ഇതിനെ. ഇത് ചത്തോ ജീവിച്ചോ ഒന്നും ഒരു നോക്കണില്ല. ഇതിന്റെ സ്വന്തം ഇമ്മിപ്പിയും മരിച്ചപ്പോ കഴിഞ്ഞതിന്റെ സുഖം. എന്താ ഇതിനിങ്ങനെ ഒരു വിധി? എന്തായാലും നിങ്ങൾ പോയിട്ട് മീൻ വാങ്ങിക്കൊണ്ടേ, നമ്മൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നേരം കൊടുത്തിട്ട് ഒരു ഗ്ലാസ് ചായ തന്നിട്ടില്ല. ചായ കൊടുന്നാട്ട ആദ്യം.
ചായ ഒക്കെ തരാം. ചായ കുടിച്ചാണ്ട് നിങ്ങൾ പോയിട്ടേ മീൻ കൊണ്ടുവരാൻ നോക്കി. എന്നാലും നിങ്ങൾക്ക് ഇന്ന് ചോറുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചോറ് വെക്കൂല കേട്ടോ. കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്റെ പട്ടിണിക്കിടുമല്ലോ. ആ, മീൻ കിട്ടില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ പട്ടിണി കിട്ടുന്നു വരും. നിങ്ങൾ മേൻ ചെല്ല്. ഷടാ, ഇവിടെ ഇപ്പം എന്ത് പണി ചെയ്യാനാ പറഞ്ഞത്? റേക്കൊക്കെ തുടച്ചിട്ടിക്കണല്ലോ മുപ്പത്തിയേര്. എന്നിട്ട് ഇപ്പൊ എന്ത് പണി എടുക്കാനാ പറഞ്ഞത് എന്നോട്? ഈ പെണ്ണ് ഇതുവരെ എണീറ്റിയില്ലേ? അവളെ പോയി കുത്തി പൊന്തിക്കട്ടെ, അതന്നെ വലിയ പണി. മുട്ടി ഈ എണീറ്റില്ല. ആ, ഈ എണീറ്റിക്കണ അന്നെ വിളിക്കാൻ പറഞ്ഞയച്ചതാണ് ഉമ്മ. അയ്യടാ, എന്നെ വിളിക്കാനൊന്നേ ആരും ഏൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊക്കെ എപ്പോഴേ എണീറ്റ്. ഇപ്പണ്ടേ ഇമ്മാനോടെ മീൻ കൊണ്ടുവരാൻ വേണ്ടിട്ടേ തല്ലിടന്ന്. ഞാൻ ഇവിടെ ഇരുന്ന് കേൾക്കേന്ന്. പുറത്തേക്ക് പോയിട്ട് എന്നെ കണ്ടാ ഞാൻ പെട്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്നതാ. ഈ ഒരു കാര്യം അറിഞ്ഞ ഇമ്മ പറയട്ടെ എന്നോട്, ഞമ്മളെ അപ്പുറത്തെ വീട്ടിലെ പുതിയ പെരക്കാര് വരുന്നുണ്ടാലടി. കാര്യമായിട്ട് പറഞ്ഞ ഇത്താ? അല്ലത്താ, അവിടെ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? അതൊന്നും എനിക്കറിയില്ല. ഇമ്മ എന്നോട് പറഞ്ഞിക്കാണ്. ഇന്ന് രാവിലെ സെക്കിൻതാത്ത ഉമ്മാനോട് വന്ന് പറഞ്ഞതാണല്ല, പുതിയ പെരക്കാര് വരുന്നുണ്ട്. അതിൽ ആൺകുട്ടികളാണുള്ളത് പെൺകുട്ടികളാണുള്ളതെന്നൊന്നും ഒക്കെ അറിയില്ല. കോഴിത്തരത്തന്നെ ഒരു കുറവും കാണിക്കരുത്. പക്ഷേടി പട്ടാമ്പിക്കാരാന്ന് അമ്മ പറഞ്ഞത്. എനിക്ക് എന്തോ ഒരു പേടി, എന്റെ ഉള്ള സന്തോഷം കൂടി ഇല്ലാതാവോന്നുള്ളത്. പട്ടാമ്പിക്കാരാണ് ചിട്ടേ. താത്താക്ക് എന്താ പ്രശ്നം? അല്ല, ഈ പട്ടാമ്പി എന്ന് കേൾക്കുമ്പോ താത്ത എന്തിനാ ഇങ്ങനെ പേടിക്കണത്? അല്ല, പട്ടാമ്പി എന്ന് എവിടെ കേട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ കാണാൻ രണ്ട് മുട്ടുംകാലം ഇങ്ങനെ വിറക്കണ്. എന്താ കാര്യം? ഏയ്, അതൊന്നുമില്ല. ഇജേ ഒരു കാര്യം ചെയ്യ്, ഞാനേ ഈ ചുരിദാർ ഒന്ന് അടിച്ചു തരാം. ഇജ ഒന്ന് കൊണ്ടേ കൊടുക്കൊടി. ഇന്നലെ കൊണ്ടേ കൊടുക്കേണ്ടതാണ്. ഇനി ഇന്ന് കൊണ്ടേ കൊടുത്തില്ല എന്നുണ്ടെങ്കിലേ അവരുടെ അടുത്തുനിന്ന് എനിക്ക് ചീത്ത കേൾക്കും. എനിക്ക് കിട്ടണ അടിക്കാൻ കൂടി ഇല്ലാതാവും. ഇജൊന്ന് കൊണ്ടേ കൊടുക്കട്ടെ, മേഘം ഫ്രഷ് ആവും. ആ, അത് ഞാൻ ചെയ്തോളാം. താ, നിങ്ങളിപ്പോഴും ആ കിനാവ് കാണലുണ്ടാ? ഓ, കഷ്ടകാലത്തിനാണ് എന്നോട് അത് പറയാൻ തോന്നിയത്. ഇതൊന്നും മിണ്ടാതിരിക്കണ്ട. ഞാൻ ഇപ്പൊ ഒരു കിനാവും കാണലില്ല. ഞാൻ ഒരു കിനാവിന്റെ ലോകത്തല്ല. ഒന്ന് വെറുതെ ഇരിക്കോച്ച്. എന്നോടൊക്കെ ഏത് നേരത്താണ് അവ പറയാൻ തോന്നിയത്? ഇത് ഞാൻ ചെല്ല്. ആ, പിന്നല്ലേ മുട്ടിയെ, ഇടക്കൊക്കെ നമ്മൾ കിനാവ് കാണുന്നത് നല്ലാടി. ചില സങ്കടങ്ങളൊക്കെ മറക്കാനേ അത് ഉപകാരപ്പെടും. പാവം, കുറേ സങ്കടങ്ങൾ മനസ്സിൽ ഒതുക്കിയിട്ടാണല്ലോ ഇപ്പൊ അത് ചിരിച്ചു കളിച്ച് നടക്കണത്. പഠിച്ചവനെ, അത് എന്ത് കിനാവാണോ കാണുന്നത് അതിനി സഫലമാക്കി കൊടുക്ക. പാവം. ഈ എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അടുത്ത എപ്പിസോഡുമായി വീണ്ടും വരാം. അതുവരെ മഹസ്സലാമ.